ഈ കഴിഞ്ഞ 8 കൊല്ലത്തിലിടയ്ക്ക് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു 100-125 ആൾക്കാരെ, ഞാൻ കുറേ ആൾക്കാരുടെ പേര് എഴുതിയിട്ടുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന, അതായത് കുൽസിത ബുദ്ധിയും ഇത്തരത്തിൽ സമൂഹത്തിലെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികളും ചെയ്യുന്ന ഒരു 10-125 എനിക്ക് അറിവുള്ള ആൾക്കാരെ ഈ പാർട്ടി 2 കൈ നീട്ടിയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അവർ മറ്റു പാർട്ടികൾ വിട്ടിട്ട് ഇവിടേക്ക് ചേക്കേറിയിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് അതിന് എന്തുകൊണ്ടാണത്? ഇന്നലെ വരെ പിണറായി വിജയനെ തെറി വിളിച്ചൊരു വ്യക്തി, പിണറായി വിജയനെതിരായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും പോസ്റ്റ് ഇടുന്നൊരു വ്യക്തി ഇന്ന് രാവിലെ അത് മാറ്റിവെക്കുന്നു. ഇവർ കൊടുക്കുന്ന ഒരു ചുവന്ന കൊടി പൊക്കിയിട്ട് പിണറായി വിജയന് ജയ് വിളിക്കുന്നതോടെ അവനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ആദരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടി അധപ്പതിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിനാണ് രോഹിണി വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. കാരണം ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അത് സംരക്ഷിക്കപ്പെടുമെന്നുള്ളൊരു ബോധം കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടുത്തെ പ്രത്യേകിച്ച് യുവാക്കളിൽ വന്നു കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രോഹിണി. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ പറയില്ലേ, സമൂഹത്തിലെ അരുതായ്മ ചെയ്യുന്നവരെല്ലാം തന്നെ ഈ ഒഴുക്ക് വെള്ളത്തിലൂടെ വന്നു ചേരുന്ന ചളി അടിഞ്ഞുകൂടുന്നതുമായി ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പരീക്ഷ എഴുതാതെ ജയിക്കുക, അതുമാതിരി തന്നെ BA എഴുതാതെ MAക്ക് പഠിക്കുക തുടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ നടന്നിരിക്കുന്നത്. സാർ ബലദേവ് സാർ, താങ്കൾ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പറയട്ടെ, കലാലയ രാഷ്ട്രീയം കത്തിക്കുത്തിനും കൊലപാതകത്തിനും വേണ്ടിയിട്ടുള്ളതല്ല സാർ. കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധം യുവാക്കളിൽ വളർത്താനുള്ളതാണ് എന്നുള്ളത് ആര് പറഞ്ഞു കൊടുക്കണം സാർ? ഈ കലാലയ രാഷ്ട്രീയത്തിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ യഥാർത്ഥത്തിലുള്ള മാതൃസംഘടന പറഞ്ഞു കൊടുക്കണം സാർ. കോളേജിൽ പോകുന്നതും സ്കൂളിൽ പോകുന്നതും മറ്റുള്ളവൻ്റെ മെക്കെട്ട് കയറാനും അവനെ തല്ലി അവൻ്റെ പല്ല് കൊഴിക്കാനും അവൻ്റെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കാനുമാണ് എന്നുള്ളൊരു ബോധത്തോട് കൂടിയിട്ടുള്ള കലാലയ രാഷ്ട്രീയമാണെങ്കിൽ അത് വേണ്ട സാർ. അതിനല്ല കലാലയ രാഷ്ട്രീയം. പിന്നെ താങ്കൾ പറഞ്ഞു 64% പോളിംഗിൻ്റെ കാര്യം. സാർ, പഠിക്കേണ്ടവർ രാഷ്ട്രീയം പഠിക്കട്ടെ സാർ. ഇവിടെ പൊളിറ്റിക്സ് ഒരു വിഷയമില്ല സാർ കോളേജുകളിൽ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ രാഷ്ട്രീയം തന്നെ എനിക്ക് പഠിക്കണമെന്നുള്ളവർ അത് തിരഞ്ഞെടുക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ കോളേജ് രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അല്ലാതെ തമ്മിൽ തല്ലി പരസ്പരം കത്തി കോർത്തുകൊണ്ട് കലാലയ രാഷ്ട്രീയം മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു വാശിയോട് കൂടിയിട്ടാണ് അങ്ങ് പറയുന്നതെങ്കിൽ അത് തെറ്റായ ധാരണയാണ് സാർ. അത് വേണ്ട. അത് നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് കലാലയത്തിൽ നിന്ന് തുടങ്ങണമെങ്കിൽ അത് നല്ല രാഷ്ട്രീയത്തോടു കൂടി തുടങ്ങണം. അത് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാതൃസംഘടനകൾ തയ്യാറാകണം. അല്ലാതെ തങ്ങൾ കയറൂരി വിട്ടിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാ സംരക്ഷണവും ഞങ്ങളുടെ മാതൃസംഘടന നൽകുമെന്ന നിലയ്ക്ക് ഇത്തരത്തിൽ സിദ്ധാർത്ഥന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ SFI സംഘടനയായാലും ABVP സംഘടനയായാലും KSU ആയാലും തയ്യാറായാൽ അത് നഷ്ടപ്പെടുന്നത് എന്നെ പോലുള്ള മാതാപിതാക്കളുടെ മക്കളാണ് സാർ, പ്രതീക്ഷയാണ് സാർ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് സാർ നഷ്ടപ്പെടുന്നത്. കലാലയ രാഷ്ട്രീയം ഇത്തരത്തിലുള്ള ദോഷവശങ്ങളുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ രോഹിണി.